നാലുപേരുടെ മരണത്തിനിടയാക്കിയ കോഴിക്കോട് വലിയങ്ങാടിയിലെ അപകടത്തിൽ കോർപ്പറേഷന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധം. അപകടമുണ്ടായ കെട്ടിടം അൺഫിറ്റ് ആണെന്ന എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് മേയർ ഒ സദാശിവന്റെ പ്രതികരണം. കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നു വീണ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 2024 കണ്ടെത്തിയതാണ്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കെട്ടിടം പുനർലേലം ചെയ്യരുതെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ധനകാര്യ കമ്മിറ്റി തീരുമാനിച്ചു. ഈ തീരുമാനം അട്ടിമറിച്ചാണ് കടമുറികൾ വാടകയ്ക്ക് നൽകിയതെന്ന് പ്രതിപക്ഷം. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചതാണ് അൺഫിറ്റായ കെട്ടിടമാണെന്ന് എഞ്ചിനീയറിംഗ് റിപ്പോർട്ട് ചെയ്ത് ഈ കെട്ടിടം ഒരു കാരണവശാലും ഇവിടെ കച്ചവട ആവശ്യങ്ങൾക്ക് ലേലം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളൊരു തീരുമാനം നിലനിൽക്കും. എൻ്റെ ഓർമ്മയിൽ ഞാനിരുന്ന കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നും പറഞ്ഞ ഒരു കെട്ടിടമാണ്. കോർപ്പറേഷനെ വെട്ടിലാക്കി അപകടമുണ്ടാക്കിയ കെട്ടിടത്തിലെ കടയുടമ ശ്രീജിത്തിന്റെ ആരോപണം. അങ്ങനെ ഒരു സ്റ്റേ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു മൂവ്മെന്റ് ആരെങ്കിലും ചെയ്തതായിട്ടും എൻ്റെ അറിവിലില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 കൊല്ലമായിട്ട് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഇതിന് മുകളിൽ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതെ വാടക കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഈ ബിൽഡിങ്ങിന്. എന്നാൽ കോർപ്പറേഷനിൽ കാലപ്പഴക്കം ചെന്ന എത്ര കെട്ടിടമുണ്ട്, എത്രയെണ്ണം പൊളിക്കാൻ തീരുമാനിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മേയർ ഒ സദാശിവന് ഉത്തരമില്ല. ഇല്ല, അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഒറ്റ വാക്കിൽ ഇതെല്ലാം അൺഫിറ്റ് ആണെന്ന് എഴുതി വെച്ചാൽ ഈ പറയുന്ന തലത്തിൽ ഒട്ടേറെ ആളുകളുടെ കച്ചവടങ്ങൾ, തൊഴിലാളികൾ, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അപകടമുണ്ടായ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് മേയറുടെ വാദം. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവരെ പെട്ടെന്നൊരു ദിവസം ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും മേയർ. അപകടത്തിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. അപകടസ്ഥലത്ത് മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധന നടത്തി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.